മമ്മൂട്ടി നായകനായ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൊറർ എന്നതിനപ്പുറം കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ചിത്രം കൂടിയാണ് ബ്രഹ്മയുഗം എന്ന വിലയിരുത്തലും ശക്തമാണ്. വേട്ടക്കാരൻ്റെയും ഇരകളുടെയും ചൂഷണവും അതിജീവന പോരാട്ടവും കൃത്യമായി വരച്ചുകാട്ടുന്ന രാഷ്ട്രീയവും സംവിധായകൻ രാഹുൽ സദാശിവൻ മുന്നോട്ട് വെക്കുന്നുവെന്നും ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു നിയമസംഹിതയും വിലവെക്കാതെ തൻ്റെ ചെയ്തികളാണ് തൻ്റെ ശരികളെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ക്രൂരനായ ഏകാധിപതി ഒരു വശത്ത്, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ഈ ക്രൂരൻ്റെ അടിമകളാക്കപ്പെട്ട ഇരകൾ മറുവശത്ത്. ഇവരോടൊപ്പം അടിമത്തം ഉറപ്പിക്കുന്ന പകിടകളി വർത്തമാനകാല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിലയിരുത്തലുകൾക്ക് ഒപ്പം തന്നെയാണ് ബ്രഹ്മയുഗം ബ്രാഹ്മണ്യത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുവെന്ന വിമർശനം ദീപക് ശങ്കരനാരായണൻ ഉയർത്തുന്നത്. സിനിമയുടെ ദൃശ്യഭാഷ, മമ്മൂട്ടിയെ കാണിക്കുമ്പോഴുള്ള ക്യാമറയുടെ പൊസിഷനുകൾ തുടങ്ങിയവയൊക്കെ ഗ്ലോറിഫിക്കേഷൻ്റെതാണ്. ക്യാമറ ആംഗിളുകൾ ന്യൂട്രലേ അല്ല മിക്കപ്പോഴുമെന്നും അദ്ദേഹം കുറിക്കുന്നു. ദീപക് ശങ്കരനാരായണൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബ്രഹ്മയുഗം രാഷ്ട്രീയമായി വടിവൊത്ത ഒരു സിനിമാ രൂപമാണോ? അല്ലെന്ന് മാത്രമല്ല, അത് ബ്രാഹ്മണ്യത്തെ ഗ്ലോറിഫൈ ചെയ്യുകയും അതിൻ്റെ ആന്തരിക അനിവാര്യമായ കുടിലതയുടെ കർത്തൃത്വസ്ഥാനത്ത് ദ്രാവിഡമായ ചാത്തനെ സമർത്ഥമായി പ്രതിഷ്ഠിക്കുന്നുണ്ട്. ബ്രഹ്മയുഗത്തിൽ ഉടനീളം ബ്രാഹ്മണ്യത്തിൻ്റെ സബ്റ്റിൽ ഗ്ലോറിഫിക്കേഷനുണ്ട്. സിനിമയുടെ ദൃശ്യഭാഷ, മമ്മൂട്ടിയെ കാണിക്കുമ്പോഴുള്ള ക്യാമറയുടെ പൊസിഷനുകൾ തുടങ്ങിയവയൊക്കെ ഗ്ലോറിഫിക്കേഷൻ്റെതാണ്. ക്യാമറ ആംഗിളുകൾ ന്യൂട്രലേ അല്ല മിക്കപ്പോഴും. ബ്രാഹ്മണ്യത്തോടല്ല, അപ്രോപ്രിയേറ്റഡ് ആയ ബ്രാഹ്മണ്യത്തോടാണ് സിനിമയ്ക്ക് പ്രശ്നമുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൊടുമൺ പോറ്റി എന്ന ബ്രാഹ്മണനല്ല, പകരം ആ ശരീരത്തിൽ ജീവിക്കുന്ന ചാത്തനാണ് വില്ലൻ. മാംസം കഴിക്കുന്ന ക്രൂരനും ചതിയനും വാക്കിന് വിലയില്ലാത്തവനുമായ കുടിലബുദ്ധി കൊടുമൺ പോറ്റിയല്ല. ചാത്തൻ ബ്രാഹ്മണനല്ല സിനിമയിൽ. അയാൾ ബ്രഹ്മശരീരത്തിൽ ആവേശിച്ച പിശാചാണ്. അർഹതയില്ലാതെ നല്ലവനും കുലീനവനുമായ യഥാർത്ഥ ബ്രാഹ്മണനെ കൊന്ന് അയാളുടെ ശരീരം മോഷ്ടിച്ച് അതുകൊണ്ട് ആടുകയാണ് ചാത്തൻ. യഥാർത്ഥ ബ്രാഹ്മണൻ നല്ലവനും നീതിമാനുമാണ്. അപ്പോഴും പ്രശ്നം അഡൾട്ടറേറ്റഡായ അവകാശമില്ലാത്തവർ കയ്യേറിയ ബ്രാഹ്മണ്യത്തോടാണ്. ശുദ്ധ ബ്രാഹ്മണ്യത്തെ സിനിമ തൊടാതെ വിടുന്നു. ചിത്പവൻ ബ്രാഹ്മണൻ ഇരിക്കേണ്ടിടത്ത് കയറിയിരിക്കുന്ന ഗുജറാത്തി വൈശ്യൻ എന്ന് വായിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കുടിലത എന്ന ബ്രാഹ്മണിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ബ്രഹ്മയുഗത്തിൽ അർദ്ധബ്രാഹ്മണനും ബ്രഹ്മശരീരത്തിൽ കയറിയ ചാത്തനും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതിലും വലിയ ഒരു ഗ്ലോറിഫിക്കേഷൻ ബ്രാഹ്മണിസത്തിന് വേറെയില്ല. സിനിമയുടെ മൊത്തത്തിലെ രാഷ്ട്രീയം ആ ഗ്ലോറിഫിക്കേഷനെ മറികടക്കുന്നു എന്നേയുള്ളൂ. അതിവിടെ ഉണ്ട്. അപ്പോൾ അതൊരു മോശം സിനിമയാണോ? അല്ല. അപ്പോഴും സമകാലിക രാഷ്ട്രീയത്തിൻ്റെ ഒന്നാന്തരം അലിഗറിയാണ് ബ്രഹ്മയുഗം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.